ഹലോ എവ്രിവൺ. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം ഫാമിലി എന്നായിരിക്കും. കുട്ടികൾ, പാരൻസ്, പാർട്ട്നേഴ്സ് ഇവരെക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചില ഇമേജുകൾ ഉണ്ടാവും. ആനിവേഴ്സറിക്ക് പാർട്ട്ണറിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത്, റിട്ടയർമെന്റിന് ശേഷം പാരൻസിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്, അല്ലെങ്കിൽ ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ എത്രയും നേരത്തെ അടച്ചു തീർക്കുന്നത്, കുട്ടികളുടെ സ്കൂളിംഗ്, കോളേജ് അല്ലെങ്കിൽ മാരേജ്, ഇങ്ങനെ പലതും. ഇതിൻ്റെ ഒക്കെ നടുവിൽ നിന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട ആൾ നമ്മളാണല്ലോ എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകും, അല്ലേ? പക്ഷേ കോവിഡ്-19 നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ജീവിതത്തിൽ ഒന്നിനും ഉറപ്പില്ല. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ആ പ്ലാൻ പോലെ കാര്യങ്ങൾ നടന്നോളണം എന്ന് ഉറപ്പ് പറയാൻ ആർക്കും പറ്റില്ല. വർദ്ധിച്ചു വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ആക്സിഡൻറ്റ്സ്, ഇതൊക്കെയും നമുക്ക് ജീവിക്കാനായി കിട്ടുന്ന സമയത്തിന്റെ വില എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന സംഭവങ്ങളിൽ നിന്നും നമ്മുടെ ഫാമിലിയെ സംരക്ഷിക്കേണ്ട ഒരു പ്രധാന റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്, അല്ലേ? അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമാണ്. പലതരം ലൈഫ് ഇൻഷുറൻസ് പോളിസി അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ ബെസ്റ്റ് എങ്ങനെ ചൂസ് ചെയ്യാമെന്നും ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. കൂടാതെ ഇന്ത്യയിലെ ടോപ്പ് 5 ഇൻഷുറൻസ് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. വെൽക്കം ടു ഗ്രോ മലയാളം. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. എന്താണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന സംഭവം? ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു കോൺട്രാക്റ്റ് ആണ്. ആരൊക്കെ തമ്മിലുള്ള കോൺട്രാക്റ്റ്? ഒരു ഇൻഷുറൻസ് കമ്പനിയും പിന്നെ ഒരു വ്യക്തിയും തമ്മിലുള്ള കോൺട്രാക്റ്റ്. ഇത് പ്രകാരം ഈ വ്യക്തി ഫിക്സഡ് പ്രീമിയംസ് ഇൻഷുറൻസ് കമ്പനിയിൽ അടക്കുന്നു. അതിന് പകരമായി മുൻകൂട്ടി തീരുമാനിച്ച ഒരു തുക ഈ വ്യക്തിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ വ്യക്തി നോമിനിയായി വെച്ചിട്ടുള്ള ആൾക്കോ നൽകാമെന്ന് ഇൻഷുറൻസ് കമ്പനി ഉറപ്പ് നൽകുന്നു. ഇനി ടെക്നിക്കൽ എക്സ്പ്ലനേഷനൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് സിമ്പിളായി പറഞ്ഞാൽ, എന്തെങ്കിലും ദൗർഭാഗ്യകരമായ സാഹചര്യത്താൽ പോളിസി ടേമിനിടയിൽ പോളിസി ഹോൾഡർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ മ്യൂച്വലി അഗ്രീഡ് ടേംസ് പ്രകാരം ഇൻഷുറൻസ് കമ്പനി മുൻകൂട്ടി തീരുമാനിച്ച എമൗണ്ട് ആ പോളിസി ഹോൾഡറുടെ ആശ്രിതർക്ക് നൽകും. ഇനി ചില ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ പോളിസിയുടെ കാലപരിധിക്കുള്ളിൽ അഥവാ പോളിസി ടേമിനുള്ളിൽ പോളിസി ഹോൾഡർക്ക് മരണം സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലും ആ പോളിസിയുടെ മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോൾ എഗ്രിമെന്റ് പ്രകാരമുള്ള ഫിക്സഡ് എമൗണ്ട് നൽകാറുണ്ട്. ഇത് മുഴുവൻ തുക ഒറ്റ തവണയായിട്ടാകാം, അല്ലെങ്കിൽ മാസാമാസമോ വർഷാവർഷമോ നിശ്ചിത ഗഡുക്കളായിട്ടും ആവാം. ഇന്ത്യയിൽ നിലവിൽ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ കോവിഡ്-19 ശേഷം ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് പെനട്രേഷൻ ഗ്ലോബൽ ആവറേജിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇൻഷുറൻസിനെ കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധം കൂടി വരുന്നുണ്ട് എന്നാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗവും ഇപ്പോഴും ലൈഫ് ഇൻഷുറൻസ് കവർ ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഗ്രോ ആവുന്നത്ര ആളുകളിലേക്ക് ഇത്തരം വീഡിയോസിലൂടെ ലൈഫ് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈഫ് ഇൻഷുറൻസ് ഫാമിലീസിന് ഒരു സെക്യൂർ ഫീലിംഗും ഭാവിയെക്കുറിച്ച് കൂടുതൽ കോൺഫിഡൻസും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ മോസ്റ്റ് എസെൻഷ്യൽ ടൂൾ ആണെന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാത്ത ചില ഗുണങ്ങളും ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് നമുക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ്, സേഫ് ഗാർഡിങ് യുവർ ഫാമിലി ആൻഡ് അസറ്റ്സ്. ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ലൈഫിൽ ഒരു മേജർ സ്ട്രെസ് കുറയാണ്. നമുക്ക് ശേഷം കുടുംബത്തിന്റെ കാര്യം എന്താവും എന്ന ടെൻഷൻ. പോളിസി ഹോൾഡറുടെ മരണശേഷം അയാളുടെ ഫാമിലിക്ക് സ്ഥിരമായി ക്യാഷ് വന്നോളും എന്ന് ലൈഫ് ഇൻഷുറൻസ് ഉറപ്പാക്കിക്കോളും. അപ്പോൾ ആ കുടുംബത്തിന് അത്തരമൊരു സാഹചര്യത്തിലും അവരുടെ ലൈഫ് സ്റ്റൈൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്ത ബെനിഫിറ്റ്, ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ക്രിട്ടിക്കൽ ഇൽനെസ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് രോഗങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒരുപാട് റാപ്പിഡ് ഇൻക്രീസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ ഗുരുതരമായ ഇൽനെസ്സുകൾക്ക് കവർ നൽകുന്ന ചില ലൈഫ് ഇൻഷുറൻസും അവൈലബിൾ ആണ്. അവ എടുത്താൽ ഇത്തരം അസുഖങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ട്രീറ്റ്മെന്റിന്റെ ചെലവ് കവർ ചെയ്യാനോ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കിട്ടും. അടുത്തത്, ലൈഫ് ഇൻഷുറൻസ് ടാക്സ് ബെനിഫിറ്റുകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 80C പ്രകാരം പോളിസിക്ക് വേണ്ടി അടക്കുന്ന പ്രീമിയത്തിൽ മാക്സിമം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ഡിഡക്ഷൻ ഉണ്ട്. പിന്നെ പോളിസി ഹോൾഡറുടെ മരണശേഷം നോമിനിക്കോ അല്ലെങ്കിൽ ആശ്രിതർക്കോ കിട്ടുന്ന എമൗണ്ട് ടാക്സിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അണ്ടർ സെക്ഷൻ 1010D ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. അടുത്ത ബെനിഫിറ്റ്, ലൈഫ് ഇൻഷുറൻസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനും കൂടി ആക്കാൻ വേണമെങ്കിൽ എന്നതാണ്. ചില ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പോണന്റ് കൂടെ ഇൻഷുറൻസിന്റെ കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ അത്ര പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻ അല്ല. അതിന്റെ കാരണം എന്താണെന്ന് വഴിയെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് ഇൻഷുറൻസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ തരം ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എന്നും അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുമാണ്. ഓരോ ടൈപ്പ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസിനും അതിൻ്റെതായ പേർപ്പസ് ഉണ്ട്. ചില പോളിസീസ് പോളിസി ഹോൾഡറുടെ ഫാമിലിക്ക് ആ ആളുടെ മരണശേഷം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലത് ഇൻഷുറൻസിന്റെയും ഇൻവെസ്റ്റ്മെന്റ് ഒരു കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ചില കോമൺ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ULIPs,
യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ്. ഈ സ്കീമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ഒരു കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷന്റെ കൂടെ മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺസ് നേടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെ ഇത് തരും. ബോണ്ട്സ്, ഇക്വിറ്റീസ്, ഹൈബ്രിഡ് ഫണ്ട്സ് തുടങ്ങിയ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ULIPs നൽകുന്നത്. നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ച് ഇത് തിരഞ്ഞെടുക്കാം. അടുത്തത് എൻഡോമെന്റ് ഇൻഷുറൻസ് പ്ലാൻസ്. ഇതിൽ ലൈഫ് ഇൻഷുറൻസിന്റെ കൂടെ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് കിട്ടും. പോളിസിയുടെ കാലാവധി തീരുമ്പോൾ അതിനിടയിൽ പോളിസി ഹോൾഡർക്ക് യാതൊന്നും സംഭവിച്ചില്ലെങ്കിലും നിശ്ചിത തുക നിങ്ങൾക്ക് കിട്ടും. ഇനി അതിനിടയിൽ പോളിസി ഹോൾഡർക്ക് മരണം സംഭവിച്ചാൽ നോമിനിക്ക് ഡെത്ത് ബെനിഫിറ്റ്സ് കിട്ടും. ULIPസും ഈ എൻഡോമെന്റ് പ്ലാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ULIPസിന് മാർക്കറ്റ് റിസ്ക് ബാധകമാണ്. പക്ഷേ എൻഡോമെന്റ് പ്ലാന് മാർക്കറ്റ് ലിങ്ക്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് അല്ലാത്തത് കൊണ്ട് മാർക്കറ്റ് റിസ്ക് ഇതിലില്ല. അടുത്തത് മണി ബാക്ക് ഇൻഷുറൻസ് പ്ലാൻസ്. ഒരു തരത്തിൽ ഈ മണി ബാക്ക് പ്ലാൻ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ എൻഡോമെന്റ് ഇൻഷുറൻസ് പ്ലാൻ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീമിൽ നിങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ തുകയുടെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ എൻഡോമെന്റ് പ്ലാനിൽ നമുക്ക് കിട്ടേണ്ട തുകയും ബോണസ് മെച്യൂരിറ്റി എമൗണ്ടും ഒക്കെ ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. പിന്നെ ഈ രണ്ട് പ്ലാനിലും ഇൻഷുറൻസ് കാലാവധിക്കിടയിൽ പോളിസി ഹോൾഡർക്ക് മരണം സംഭവിച്ചാൽ ഡെത്ത് ബെനിഫിറ്റ് കിട്ടും. അടുത്തത് ഹോൾ ലൈഫ് ഇൻഷുറൻസ് പ്ലാൻസ്. ഒരു ഹോൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് 99 വയസ്സ് വരെ ഇൻഷുറൻസ് കവർ നൽകും. സാധാരണ ഈ ഇൻഷുറൻസ് കവർ താരതമ്യേന വളരെ കുറഞ്ഞതായിരിക്കും. പക്ഷേ ഈ പോളിസി ഇമ്പോർട്ടൻ്റ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സാകുന്ന സമയത്തും തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന കുറേ അധികം ഫാമിലി മെമ്പേഴ്സ് ഉള്ളവർക്കാണ്. ഈ പ്ലാൻ യൂഷ്വലി ടേം പ്ലാനുകളെ അപേക്ഷിച്ച് ചിലവേറിയതുമാണ്. പ്രീമിയം കുറച്ചധികമായിരിക്കും. ഇനി ഇവക്കൊക്കെ പുറമെ വേറെയും ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ഉണ്ട്, ലൈക്ക് ചിൽഡ്രൻസ് പോളിസീസ് ആൻഡ് റിട്ടയർമെന്റ് പ്ലാൻസ്. എന്തായാലും ഇതിൽ ULIPസും എൻഡോമെന്റ് പ്ലാൻസും ഇൻഷുറൻസിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ഒരു മിക്സ് ആണ് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്കീമുകളിലും അവയുടെ ബെസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സിമ്പിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആയ ലൈഫ് ഇൻഷുറൻസ് പോളിസി ടേം ലൈഫ് ഇൻഷുറൻസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടേം ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം പ്ലാൻസ് എന്ന് നമുക്ക് നോക്കാം. ഈ ടേം പ്ലാൻ ആണ് ലൈഫ് ഇൻഷുറൻസിന്റെ പ്യൂറസ്റ്റ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബത്തിന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നൽകുന്ന സിമ്പിൾ ആൻഡ് അഫോർഡബിൾ വേ ആണ് ടേം പ്ലാൻ. മറ്റ് ഇൻഷുറൻസ് ടൈപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം വളരെ ചെലവ് കുറവാണ്. എന്ന് മാത്രമല്ല മറ്റ് ഇൻഷുറൻസ് പ്രോഡക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ഇൻഷുറൻസ് കവറേജും ടേം പ്ലാനിലൂടെ കിട്ടും. ദാറ്റ് മീൻസ് ഹൈ കവറേജ് വിത്ത് ലെസ് പ്രീമിയം. പിന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഒരു ടേം പ്ലാൻ എടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പ്രീമിയം മാത്രമേ നമ്മൾ അടക്കേണ്ടി വരികയുള്ളൂ. പിന്നെ ഇതേ പ്രീമിയം അടച്ചാൽ മതി കാലാവധി തീരുന്നത് വരെയും. അതുകൊണ്ട് എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് നിങ്ങളുടെ കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കണം എന്നാണ്. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിലെ വരുമാനമുള്ള ഏക വ്യക്തി നിങ്ങളാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ഈ ടേം പ്ലാൻ ഇത്ര അടിപൊളിയാണെങ്കിൽ പിന്നെ എന്താണ് എല്ലാവരും ഇത് എടുക്കാത്തത് എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേം പ്ലാൻ എടുക്കുന്ന പോളിസി ഹോൾഡർക്ക് പോളിസി ടേമിനിടയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് വെക്കുക. അയാൾക്ക് മരണം സംഭവിച്ചില്ല, അയാൾ പോളിസി ടേം സർവൈവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടേം പ്ലാനിൽ മെച്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതായത് ഒരു പൈസയും അപ്പോൾ കിട്ടില്ല. കൃത്യമായി പ്രീമിയം അടച്ചു തീർത്തിട്ടും പോളിസി കാലാവധി അതിജീവിക്കുന്ന ആൾക്ക് ഒരു റിട്ടേണും ആ പോളിസിയിൽ നിന്നും കിട്ടുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അതെന്ത് പരിപാടിയാണ് എന്ന് തോന്നാം. പക്ഷേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ലൈഫ് ഇൻഷുറൻസിൻ്റെ പേർപ്പസ്? നമ്മൾ നമുക്ക് വേണ്ടി എടുക്കുന്നതാണോ ലൈഫ് ഇൻഷുറൻസ്? പേര് ലൈഫ് ഇൻഷുറൻസ് എന്നാണെങ്കിലും അത് എടുക്കുന്ന ആളിൻ്റെ ലൈഫിന് വേണ്ടിയിട്ടുള്ളതല്ല, അയാളുടെ കാലശേഷം അയാളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ദൗർഭാഗ്യകരമായി എന്തെങ്കിലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിന് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വലിയ തുക കിട്ടണം എന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടതിൻ്റെ ഒബ്ജക്റ്റീവ്, അല്ലേ? അത് ഏറ്റവും നന്നായി ചെയ്യുന്നത് ടേം ഇൻഷുറൻസ് ആണ്. റിട്ടേൺസ് കിട്ടണമെന്നാണെങ്കിൽ ടേം പ്ലാനിൻ്റെ കൂടെ തന്നെ അത് ചെയ്യാൻ പറ്റും. ടേം പ്ലാൻ ആകുമ്പോൾ മറ്റ് ഇൻഷുറൻസ് പ്രോഡക്ട്സിനേക്കാൾ പ്രീമിയം കുറവാണ്. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യുന്ന എമൗണ്ട് വേണമെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ULIPയോ അല്ലെങ്കിൽ എൻഡോമെന്റ് പ്ലാനോ വഴി ഉണ്ടാക്കാവുന്ന ഇൻവെസ്റ്റ്മെന്റിനേക്കാളും വേഗത്തിൽ ഇൻവെസ്റ്റ്മെന്റും റിട്ടേൺസും നൽകും. അതുകൊണ്ട് ടേം പ്ലാൻസ് പ്യൂവറസ്റ്റ്, ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്ട്സ് ആണ് എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടേം പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഹൗ ടു ചൂസ് ദ ബെസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ആദ്യം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് കവറേജിനെ കുറിച്ച് പറയാം. ഫാമിലിക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിത നിലവാരം അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പാകത്തിലുള്ള എമൗണ്ട് ഇൻഷുറൻസ് കവറേജ് ആയിട്ട് വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഫാമിലിയുടെ ലൈഫ് സ്റ്റൈലും ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസും അനുസരിച്ചായിരിക്കും ഇത് എന്നുള്ളത് കൊണ്ട് ആർക്കും തന്നെ എത്ര ആയിരിക്കണം നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞു തരാനൊന്നും പറ്റില്ല. പക്ഷേ അത് തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങളുടെ ആനുവൽ ഇൻകത്തിൻ്റെ 20 മടങ്ങായിരിക്കണം ഇൻഷുറൻസ് കവറേജ് എന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ നിങ്ങളുടെ ആനുവൽ ഇൻകം 10 lakhs ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കോടിയുടെ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഇതൊരു ഫിക്സഡ് നമ്പറൊന്നുമല്ല, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം.
ഇനി നിങ്ങൾക്കൊരു ടേം പ്ലാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ. ഇതിൽ ഏത് ചൂസ് ചെയ്യും? അതിനുവേണ്ടി നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്നൊരു സംഭവത്തിനെ കുറിച്ച് അറിയണം. ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വർഷം ടോട്ടൽ എത്ര ക്ലെയിമുകൾ റിസീവ് ചെയ്തു എന്നും അതിൽ എത്ര എണ്ണം അവർ പാസ്സാക്കി എന്നും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു വർഷം 100 ക്ലെയിമുകൾ സ്വീകരിക്കുകയും അതിൽ 95 ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 95% ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികളെയാണ്. പക്ഷെ ചിലപ്പോൾ കമ്പനികൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നല്ലേ പറയാം. ഒരു കമ്പനിക്ക് ഒരു വർഷം 100 ക്ലെയിമുകൾ വന്നു എന്ന് വിചാരിക്കുക. അതിൽ 99 ക്ലെയിമുകൾ 1 lakh rupees വീതം ഉള്ളതും ബാക്കിയുള്ള 1 crore rupeesൻ്റെതുമാണ് എന്നിരിക്കട്ടെ. ഇതിൽ കമ്പനി 1 ലക്ഷത്തിന്റെ ചെറിയ ക്ലെയിമുകളായ 99 എണ്ണവും പാസ്സാക്കുകയും 1 കോടിയുടെ ആ ഒരു ക്ലെയിം പാസ്സാക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോഴും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 99% ആയിരിക്കും. കമ്പനികൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം എന്തായിരിക്കും? ഇതുവഴി കമ്പനിക്ക് ഒരുപാട് കാശ് ലാഭിക്കാനും അതേസമയം ഈ റേഷ്യോ വലുതാക്കി കാണിക്കാനും സാധിക്കുന്നു എന്നതുകൊണ്ടാണിത്. അതുകൊണ്ട് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ കമ്പനി പാസ്സാക്കുന്ന എക്സാക്ട് എമൗണ്ട് ഓഫ് ക്ലെയിംസ് ആയിരിക്കണം എന്നില്ല കാണിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് റൈഡേഴ്സ് ആണ്. ഒരു പോളിസി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചില റൈഡേഴ്സ് കൂടെ എടുക്കാം. ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് ഉള്ളിടത്തോളം കാലം നമുക്ക് 2 റൈഡേഴ്സ് എന്തായാലും വേണ്ടി വന്നേക്കാം. ഒന്നാമത്തേത് ഡിസബിലിറ്റി റൈഡർ. ഒരു ആക്സിഡന്റിലൂടെ നമുക്ക് ഡിസബിലിറ്റി സംഭവിച്ച് ജോലിക്ക് പോകാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഈ റൈഡർ നമ്മുടെ കുടുംബത്തിന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തും. രണ്ടാമത്തേത് ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ. ക്യാൻസർ, പാരാലിസിസ്, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ ക്രിട്ടിക്കൽ അസുഖങ്ങൾ എന്തെങ്കിലും നമുക്ക് വരികയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഈ ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തും. അപ്പോൾ നമുക്ക് സംശയം വന്നേക്കാം, ഓൾറെഡി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ പിന്നെ ഈ റൈഡർ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അതിനൊരു കൃത്യമായ കാരണമുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ചികിത്സയുടെ ബില്ലുകൾ പേ ചെയ്യാനാണ് ഉപകാരപ്പെടുക. അതല്ലാതെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു വലിയ തുക ഒറ്റയടിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വഴി നമുക്ക് കിട്ടില്ല. കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സായ ഒരാൾ അസുഖം കാരണം കിടപ്പിലായാൽ ആ സമയത്ത് ഏറ്റവും ആവശ്യം വരിക അങ്ങനെ ഒരു വലിയ തുക ആയിരിക്കുമല്ലോ. അവിടെയാണ് ഈ റൈഡറിന്റെ പ്രാധാന്യം. അടുത്തത് വെയ്വർ ഓഫ് പ്രീമിയം ഓപ്ഷൻ. ഈ റൈഡർ എടുത്തു കഴിഞ്ഞാൽ ഡിസബിലിറ്റി ഓർ ക്രിട്ടിക്കൽ ഇൽനസ് ഉണ്ടായാൽ എക്സ്ട്രാ പ്രീമിയം അടക്കാതെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കവർ കണ്ടിന്യൂ ചെയ്യും. പിന്നെ പറയാനുള്ളത് എല്ലാവരും അവഗണിക്കുന്ന എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, പോളിസി എന്തൊക്കെ കവർ ചെയ്യുന്നില്ല എന്ന് കൂടെ നോക്കുക. ആളുകൾ എപ്പോഴും പോളിസി എന്തൊക്കെ കവർ ചെയ്യുമെന്ന് അന്വേഷിക്കും, പക്ഷേ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെ കവർ ആകുന്നില്ല എന്നതും. അതുകൊണ്ട് പോളിസി വളരെ ശ്രദ്ധയോടെ വായിക്കുക. മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ടേം പ്ലാൻ എടുക്കുന്നതിന് മുൻപ് മനസ്സിൽ സൂക്ഷിക്കേണ്ട പോയിന്റ്സ്. ഇനി ഒരു കാര്യം കൂടെ നോക്കാനുണ്ടല്ലോ, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ പ്രകാരമുള്ള ടോപ്പ് 5 ടേം ലൈഫ് ഇൻഷുറൻസ് പ്ലാൻസ് അത് ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഈ പ്ലാനുകളുടെ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങൾ റെഫർ ചെയ്തിരിക്കുന്നത് പോളിസി ബസാർ ആണ്. അപ്പോൾ ആ പ്ലാനുകളും അവയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോസും ഇനി പറയാം. മാക്സ് ലൈഫ് സ്മാർട്ട് സെക്യൂർ പ്ലസ് 99.3%, ഭാരതി ആക്സ ഫ്ലെക്സി ടേം പ്രോ 99.1%, എക്സൈഡ് ലൈഫ് സ്മാർട്ട് ടേം എഡ്ജ് കോംപ്രഹെൻസീവ് 99.1%, ബജാജ് അലിയൻസ് സ്മാർട്ട് പ്രൊട്ടക്ട് ഗോൾഡ് 99.0%, കൊട്ടാക് ഇ ടേം പ്ലാൻ 98.8%. അപ്പോൾ നിർത്തുന്നതിന് മുൻപ് കുറച്ച് പ്രോ ടിപ്സ് കൂടി പെട്ടെന്ന് പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് ടേം ഇൻഷുറൻസ് എടുക്കുക എന്നതാണ് കാര്യം. അപ്പോൾ നിങ്ങളുടെ പ്രീമിയം വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു ലൈഫ് ടൈം ലോ പ്രീമിയം നിങ്ങൾക്ക് നേടാം. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ ഇൻഷുറൻസ് എടുക്കാനാണ്. കാരണം ഓൺലൈനിലൂടെ പോളിസി എടുക്കുമ്പോൾ ഓഫ്ലൈൻ ആയിട്ട് എടുക്കുന്നതിനേക്കാൾ ചിലവ് കുറവായാണ് കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഓൺലൈനിൽ ഇല്ല എന്നുള്ളതാണ്. ഇതിന് പുറമെ ഓൺലൈനിലൂടെ ആവുമ്പോൾ ഉള്ള ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളുടെ പല പോളിസീസ് കമ്പയർ ചെയ്യാനും നിങ്ങൾക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കാനും ഓൺലൈനിൽ എളുപ്പമാണ് എന്നുള്ളതാണ്. ഇനി അവസാനമായി പറയാനുള്ളത്, ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതും നിലവിലെ മെഡിക്കൽ കണ്ടീഷൻസും സത്യസന്ധമായി തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. ഇത് അറിയിക്കുമ്പോൾ നമ്മുടെ പ്രീമിയം എമൗണ്ട് കൂടിയേക്കാം, എങ്കിലും ഈ പ്രീമിയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവ കമ്പനിയെ അറിയിക്കാതിരിക്കരുത്. കാരണം അങ്ങനെ അറിയിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആ സമയത്ത് അത് ക്ലെയിം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയും ചെയ്യും. കമ്പനികൾ വളരെ വിശദമായി അന്വേഷണം നടത്തി മാത്രമേ ക്ലെയിം അനുവദിക്കാറുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഗ്രോ മലയാളത്തിന് ഇപ്പോൾ ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.